ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്താണ് നമുക്ക് ഓണം എക്സാമിനേഷൻ്റെ പേപ്പറൊക്കെ കിട്ടുന്നത്. ചില കുട്ടികൾക്ക് നല്ല മാർക്ക് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചിലർക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. അപ്പം പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കഥ പറയാം. ഒരു വ്യക്തി ഒരു അമ്പെയ്യൽ മത്സരത്തിന് പുറപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരൊറ്റ അമ്പ് മാത്രമേ ഉള്ളൂ. അപ്പം പലരും തന്നെ പരിഹസിച്ചു, ഒരൊറ്റ അമ്പുമായി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് മത്സരം വിജയിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾക്കൊക്കെ മറുപടി നൽകാതെ അദ്ദേഹം അമ്പെയ്യൽ മത്സരത്തിന് പുറപ്പെട്ടു. തൻ്റെ കയ്യിലുള്ള ആ ഒരൊറ്റ അമ്പിൽ വിശ്വസിക്കുകയും തൻ്റെ ലക്ഷ്യത്തിലേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടും ആ മത്സരത്തിൽ ആ യോദ്ധാവ് അല്ലെങ്കിൽ ആ വ്യക്തി വിജയിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ കയ്യിലുള്ള ആ ഒരൊറ്റ അമ്പിൽ വിശ്വസിക്കുകയും ഫോക്കസ് മുഴുവൻ ആ ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തുകൊണ്ട് ആ മത്സരം വിജയിക്കുകയാണ്. ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 10 ചാപ്റ്റേഴ്സ് ഡൗട്ടോട് കൂടി പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരൊറ്റ ചാപ്റ്റർ ഫുൾ ഫോക്കസിൽ പഠിക്കുന്നതാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം എക്സാംസിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സ്കോർ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, ഫുൾ ഫോക്കസോട് കൂടിയിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.